ഫിലിം ഗാരേജിന്റെ OTT അപ്ഡേറ്റുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് മെയ് 12 7 OTT റിലീസ് അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. അതിൽ ആദ്യത്തെ സിനിമ കഴിഞ്ഞ വർഷം ജൂൺ മാസം തിയേറ്ററുകളിലേക്ക് എത്തി നല്ല അഭിപ്രായങ്ങൾ നേടിയെടുത്ത് 100 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത സാറ ഹഡ്കെ സാറ ബച്ചക്കെ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. സിനിമയുടെ OTT പ്രഖ്യാപനം അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ പുറത്തു വന്നിരിക്കുകയാണ്. ഈ മെയ് മാസം തന്നെ സിനിമ OTT റിലീസ് ചെയ്യുമെന്ന് 1-2 ആഴ്ചകൾക്ക് മുന്നേ പ്രേക്ഷകരെ അറിയിച്ചതാണ്. ഇപ്പോഴത്തെ മെയ് 17 തീയതി സിനിമ ജിയോ സിനിമാസ് OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുകയാണ്. ഹിന്ദി സിനിമ ഹിന്ദി ഭാഷയിൽ മാത്രമായിരിക്കില്ല, മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി, ബംഗാളി, മറാത്തി ഉൾപ്പെടെയുള്ള ഭാഷകളിലായിരിക്കും മെയ് 17 മുതൽ ലഭ്യമാകുക. കാത്തിരിക്കാം സിനിമയ്ക്കേട്ട. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ വിജയം നേടിയെടുത്ത സിനിമയായ ബാഹുബലിയുടെ ഒരു ആനിമേറ്റഡ് സീരീസ് OTT റിലീസിനായിട്ടൊരുങ്ങുകയാണ്. ബാഹുബലി ക്രൗൺ ഓഫ് ബ്ലഡ് ഈ വരുന്ന മെയ് 17 തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യുകയാണ്. ഹിന്ദി ഭാഷയിലായിരിക്കും ആനിമേറ്റഡ് സീരീസ് OTT റിലീസ് ചെയ്യുക. ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ഇന്ത്യൻ സിനിമകളിലെ വൻ ദുരന്തം ഏറ്റുവാങ്ങിയ സിനിമയാണല്ലോ ബഡൈമിയാൻ ചോട്ടേമിയാൻ. തിയേറ്ററുകളിലെ 100 കോടി രൂപ പോലും ഫൈനൽ കളക്ഷൻ നേടിയെടുക്കാനാവാതെ പോയ സിനിമയുടെ OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. സിനിമ ജൂൺ മാസത്തോടെ OTT റിലീസ് ചെയ്യുന്നതാണ്. മലയാളം ഉൾപ്പെടെ പാൻ-ഇന്ത്യൻ ഭാഷകളിൽ ഈ ഹിന്ദി സിനിമ OTT റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോയിലെ 4ാമത്തെ അപ്ഡേറ്റ് കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ വേല എന്ന സിനിമയുടേതാണ്. ഷെയ് നിഗം, സണ്ണി വെയിൻ തുടങ്ങിയവർ അഭിനയിച്ച സിനിമ കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ ഇപ്പോഴത്തെ ആമസോൺ പ്രൈം സ്വന്തമാക്കിയെന്നും അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ സിനിമ സർപ്രൈസ് ആയിട്ട് OTT റിലീസ് ചെയ്യുമെന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ വിശാലിന്റെ ഏറ്റവും പുതിയ തമിഴ് സിനിമയാണല്ലോ രത്നം. ഒരു കൊമേഴ്ഷ്യൽ മാസ് എന്റർടൈനർ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു മാസം മുന്നേ OTT റിലീസിനായിട്ട് ഒരുങ്ങുകയാണ്. ആമസോൺ പ്രൈമിലൂടെ ഈ ആഴ്ച മെയ് 17 തീയതിയോ അതല്ലെങ്കിൽ മെയ് 24 തീയതി അടുത്ത ആഴ്ചയോ OTT റിലീസ് ചെയ്യുന്നതാണ്. OTT പ്രഖ്യാപനം ഉടനെ ഉണ്ടായിരിക്കും. 6ാമത്തേത് വീണ്ടും ഒരു തമിഴ് സിനിമയുടെ അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തി ഏറ്റവും പുതിയ കവിൻ നായകനെത്തിയ സിനിമയാണല്ലോ സ്റ്റാർ. സിനിമയ്ക്ക് ആദ്യ ദിവസം തന്നെ തിയേറ്ററുകളിലെ നല്ല അഭിപ്രായങ്ങൾ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. സിനിമയുടെ OTT അവകാശങ്ങൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയെന്നും ജൂൺ അവസാനത്തോടെയോ അതല്ലെങ്കിൽ ജൂലൈയോടെയോ ആയിരിക്കും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ സ്റ്റാർ ലഭ്യമാകുക എന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന അപ്ഡേറ്റ്. അവസാനത്തെ അപ്ഡേറ്റ് നടികർ എന്ന സിനിമയുടേതാണ്. മെയ് 1 തീയതി തിയേറ്ററുകളിലേക്ക് എത്തി തിയേറ്ററുകളിലെ വൻ ദുരന്തമായ വൻ നഷ്ടമുണ്ടാക്കിയ ഏറ്റവും പുതിയ ടൊവിനോ തോമസ് സിനിമയാണല്ലോ നടികർ. നെറ്റ്ഫ്ലിക്സ് OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തി ഒരു മാസം മുന്നേ OTT റിലീസ് ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. ഈ വരുന്ന മെയ് 26 തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ പാൻ-ഇന്ത്യൻ ഭാഷകളിൽ ടൊവിനോയുടെ നടികർ എന്ന സിനിമ OTT റിലീസ് ചെയ്യുമെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. OTT പ്രഖ്യാപനം അടുത്ത ഒരാഴ്ചക്കുള്ളിൽ ഉണ്ടായേക്കും. അപ്പോൾ കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള OTT റിലീസ് അപ്ഡേറ്റുകൾ കേട്ട്.